ഒരു കാലത്ത് സമുദ്രത്തിനടിയിലെ ലോകത്തെ ഏറ്റവും ഭയങ്കരനായ യോദ്ധാവായിരുന്നു ഈ മെലിഞ്ഞുണങ്ങിയ മനുഷ്യൻ. ശരീരത്തിൽ അല്പം ജലാംശമെത്തിയാൽ തടയാനാകാത്ത പോരാളിയായി മാറുന്ന ഇദ്ദേഹം അറ്റ്ലാന്റിസിലെ രാജകുമാരനുമാണ്. അദ്ദേഹത്തിന് വീണ്ടും ശക്തി ലഭിക്കാതിരിക്കാൻ തടവറയിലാക്കിയവർ മാസത്തിൽ 1 കപ്പ് സമുദ്രജലം മാത്രമാണ് നൽകിയിരുന്നത്. എന്നാൽ ആവേശത്തോടെ തിരിച്ചുവരാൻ കാത്തിരുന്ന അദ്ദേഹത്തെ സഹോദരൻ ആർത്തർ രക്ഷിക്കാൻ വരുന്നു. അദൃശ്യനാകാനുള്ള സഹായത്തോടെ ആർത്തർ ആ മരുഭൂമിയിലെ ജയിലിൽ നുഴഞ്ഞുകയറുകയായിരുന്നു. അപായ സൂചനകൾ മുഴങ്ങുന്നതിനിടയിലും അവർ മെലിഞ്ഞ മനുഷ്യന്റെ സെല്ല് തുറന്ന് ഒരു കൂറ്റൻ മരുഭൂമി ജീവിയുടെ പുറത്തു കയറി രക്ഷപ്പെട്ടു. മണലിനടിയിലൂടെ തുരങ്കമുണ്ടാക്കി പാഞ്ഞ് അവർ ശത്രുക്കളെ കബളിപ്പിച്ചു. ശക്തി വീണ്ടെടുക്കാൻ ഓമിന് സമുദ്രജലം അത്യാവശ്യമായതിനാൽ അവർ മിറ സാമ്രാജ്യത്തിന്റെ തീരത്തെത്തി. എന്നാൽ ആർത്തർ കാവൽ നിൽക്കുന്നതിനിടയിൽ പെട്ടെന്ന് മണ്ണടിയിൽ നിന്ന് ഉയർന്നുവന്ന ഒരു നിഗൂഢ രാക്ഷസൻ അയാളെ ഭൂമിക്കടിയിലേക്ക് വലിച്ചിഴച്ചു. അങ്ങേയറ്റം തളർന്ന ഓമിന് തന്റെ സഹോദരനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. തീരത്തിന് തൊട്ടടുത്ത് അദ്ദേഹം ബോധരഹിതനായി വീണു. ഈ അവസരം മുതലെടുത്ത് മരുഭൂമിയിലെ ഗോത്രവർഗ്ഗക്കാർ കുന്തങ്ങളുമായി നിസ്സഹായനായ രാജകുമാരനെ ആക്രമിക്കാൻ അടുത്തുകൂടി. ഗോത്രവർഗ്ഗക്കാർ അദ്ദേഹത്തിന്റെ അടുത്തെത്തിയ നിമിഷം ഒരു കൂറ്റൻ തിരമാല വന്ന് ഓമിനെ പൊതിഞ്ഞു. സമുദ്രജലം സ്പർശിച്ചതോടെ അദ്ദേഹത്തിന്റെ കോശങ്ങൾ ഉണരുകയും മെലിഞ്ഞ ശരീരം നിമിഷനേരം കൊണ്ട് കരുത്തുറ്റ പേശികളാൽ നിറയുകയും ചെയ്തു. രാജകീയ പ്രഭയോടെയും പൂർണ്ണ ശക്തിയോടെയും ഉണർന്ന ഒരു വേട്ടക്കാരനെ പോലെ ഓം തിരമാലകൾക്കിടയിൽ നിന്ന് കുതിച്ചുയർന്നു. തന്നെ പീഡിപ്പിച്ചിരുന്ന കാവൽക്കാരെ വളരെ എളുപ്പത്തിൽ ഓരോരുത്തരെയായി കീഴ്പ്പെടുത്തിക്കൊണ്ട് അറ്റ്ലാന്റിസിന്റെ രാജകീയ അവകാശി ഒടുവിൽ തിരിച്ചെത്തിയെന്ന് അദ്ദേഹം തെളിയിച്ചു. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.